ഡൽഹി എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി. ഇപ്പോഴും ഇന്ത്യയിൽ ഇതാണ് അവസ്ഥ എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിരുന്നത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി എന്ന് മലയാളത്തിലും നമ്മുടെ സ്വന്തം മാതൃഭൂമിയിൽ ഇങ്ങനെ അവിടെ വെച്ച് കാണുമ്പോൾ നമ്മൾ എത്രത്തോളം അഭിമാനിക്കും മലയാളി എന്ന നിലയിൽ. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളവിടെ പോകുന്ന സമയത്ത് ഒരുപാട് ഭാഷകളിലുള്ളതുണ്ടെങ്കിലും മലയാളത്തിൽ അങ്ങനെ കാണുമ്പോൾ ഒരു അഭിമാനം തന്നെയാണ്. എനിക്കിത് 2ാം യാത്രയാണ്, ഡൽഹി യാത്ര. ഞാനും എൻ്റെ കസിനും കൂടിയിട്ടൊരു ഡൽഹി യാത്ര പോയിട്ടുണ്ട് പണ്ട് 20-22 വർഷങ്ങൾക്ക് മുമ്പ്. ഹിന്ദി പോലും അറിയാത്ത നമ്മൾ ഡൽഹിക്ക് പോയ കഥ അതൊരുപാട് പറയാനുണ്ട്. ഇന്ദിരാഗാന്ധി ഭവൻ എന്തായാലും ഒരു തവണ വിസിറ്റ് ചെയ്യുക തന്നെ വേണം. ചരിത്രം പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും. നമ്മൾ ഒരു തവണ ഒരു സ്ഥലത്ത് പോയി പഠിക്കുന്നതിനേക്കാൾ കൂടുതലല്ല നമ്മളെ പുസ്തകങ്ങളിലൂടെയുള്ള അറിവ്. അവരന്ന് ഉപയോഗിച്ചിരുന്ന, അന്ന് മരിക്കുന്ന സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളാണത്. അവർ അവിടെ ജീവിച്ചിരുന്ന സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും മറ്റ് രാജ്യങ്ങളിൽ നിന്നും അന്നത്തെ പ്രസിഡന്റുമാരും അന്നത്തെ പ്രധാനമന്ത്രിയും അന്നത്തെ രാജാവും ഒക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇന്ദിരാഗാന്ധിക്ക് സമ്മാനമായി കൊടുത്തിരുന്ന പല സാധനങ്ങളും ഞാൻ അവിടെ കണ്ടിരുന്നു. ഇതെല്ലാം എൻ്റെ ഭാര്യയും മക്കളും ഉണ്ടായതുകൊണ്ട് തന്നെ മക്കളിങ്ങനെ ഇടക്കിടക്ക് വന്ന് ചോദിക്കുമായിരുന്നു, ഇത് എവിടെ നിന്ന് കിട്ടിയതാ, അത് എവിടെ നിന്ന് കിട്ടിയതാ എന്നൊക്കെ അതിനകത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. മകനാണ് കൂടുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അവരന്ന് ഉപയോഗിച്ചിരുന്ന ഹാളാണിത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്നവർക്ക് പലരും പറയുന്നത് എനിക്കൊന്നിനും സമയമില്ല എന്നാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന അവരുടെ ഹാളിൽ ഇത്രയും പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പലതും അവർ വായിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ലേ? അപ്പം സമയക്കുറവല്ല, നമ്മുടെ ആവശ്യങ്ങളാണ്, നമുക്കത് താല്പര്യമാണ് മെയിൻ സംഭവം എന്നുള്ളതും കൂടി അവർ കാണിച്ചു തരികയാണ്. അവരുടെ ബെഡ്റൂമിലും ഒരുപാട് പുസ്തകങ്ങൾ വെച്ചതായിട്ട് നമുക്കെല്ലാം കാണാൻ പറ്റും. അവിടെ ഇതെല്ലാം ഗ്ലാസിൻ്റെ ഒരു റൂമിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കെല്ലാം കാണാൻ പറ്റും. രാജീവ് ഗാന്ധി അദ്ദേഹം കൊല്ലപ്പെടുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളാണ്. ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും. ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും ഒരു രാജ്യത്തിന് വേണ്ടി അവരില്ലാണ്ടായി എന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് വല്ലാണ്ടൊരു ബഹുമാനമൊക്കെ തോന്നും. ഇത് നിങ്ങൾ മറ്റ് രാഷ്ട്രീയപരമായി എടുക്കരുത്, അല്ലാതെയാണ് ഞാൻ പറയുന്നത്. രാജീവ് ഗാന്ധി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ പോയപ്പോൾ കുറച്ച് സങ്കടമൊക്കെ എപ്പോഴും തോന്നാറുണ്ട്. ഇന്ദിരാഗാന്ധി സ്വന്തം അംഗരക്ഷകനാൽ വെടിയേറ്റ് മരിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കുക. എത്രത്തോളം ആരെയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന്. സ്വന്തം അംഗരക്ഷകനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഇതാണ് ആ കൊട്ടാരം.